नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। पिछले क्लास में हम एक कविता पढ़ा था। कविता का नाम क्या था? सोने जैसे दिन है इसके, है ना। तो उसके कवि कौन था? प्रकाश मनु नामक एक कवि ने इस कविता लिखा था। तो चैप्टर हम पढ़ चुका था, उसकी नोट्स भी हम डिस्कस किया। तो आज हम एक नया पाठ पढ़ना चाहिए। तो उस पाठ का नाम है मेघालय का जीवंत उत्सव। मेघालय का जीवंत उत्सव, മേഘാലയയിലെ ജീവനുള്ള ഉത്സവം. മേഘാലയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ? ഏതാണ് മേഘാലയം എന്ന് പറയുന്നത്? ഒരു സംസ്ഥാനമാണ് ആണല്ലോ. നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മേഘാലയം. മേഘാലയത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? എന്താണ്? മേഘാലയ എന്ന പേരിൽ തന്നെ ഉണ്ട്. എന്താ? മേഘാലയ മേഘോസെ ഭരാഹെ, മേഘങ്ങളാൽ നിറഞ്ഞതാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മേഘാലയയിലാണ്. ഓക്കെ, यहाँ देखो ना, हमें इस पाठ की ओर चलना चाहिए. एक यात्रा विवरण है. ഇതൊരു യാത്രാ വിവരണമാണ്. അതായത് നമ്മുടെ ലേഖകൻ വിശ്വമോഹൻ തിവാരിജി മേഘാലയയിൽ പോയപ്പോൾ അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകളും അവിടെ ഉള്ള ഉത്സവങ്ങളും ഒക്കെയാണ് ഈ ഒരു പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലേഖകൻ ആരാണ്? വിശ്വമോഹൻ തിവാരിജി. किसने ये लिखा? विश्वमोहन तिवारी जी ने इस मेघालय का जीवंत उत्सव नामक ये लेख लिखा. तो हमें पाठ की ओर चलना चाहिए. पेज नंबर 51. ओके, तो टेक्स्ट बुक लेना और ध्यान से बैठना. तो यहाँ देखो, एक सुंदर सा चित्र है इस टेक्स्ट बुक में. यहाँ देखो, ഇത് കണ്ടോ? വളരെ സുന്ദരമായിട്ടുള്ളൊരു ചിത്രം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ? നോക്കിക്കേ, അരുവികളും വെള്ളച്ചാട്ടവും അല്ലേ, എന്താണ്, മേഘങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷവും. എത്ര മനോഹരമായിട്ടുള്ള ചിത്രമാണ്. പർവ്വതവും വനങ്ങളും മലകളും മേഘങ്ങളും എല്ലാം ഉണ്ടല്ലേ. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മേഘാലയ. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. हमारा पूर्वोत्तर अभी तक सुंदर रहस्यों से भरा पड़ा है. उसमें भी मेघालय मानो रहस्य को छिपाने वाले मेघों से घिरा रहता है. शायद इसीलिए मेघालय घूमने में दोहरा आनंद आता है. पहली बार तो रहस्य में लिपटे सौंदर्य का और दूसरी बार उस सौंदर्य में लिपटे रहस्य का. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് हमारा पूर्वोत्तर अभी तक सुंदर रहस्यों से भरा पड़ा है. നമ്മുടെ പൂർവോത്തര മേഖല, അതായത് നമ്മുടെ പൂർവോത്തര, यहाँ देखो नीचे इसका अर्थ है भारत के उत्तर पूर्व के राज्य. ഭാരതത്തിലെ ഉത്തര പൂർവ മേഖലയിലുള്ള സംസ്ഥാനം എന്നാണ് ഇവിടെ പറയുന്നത്. ആ സ്ഥലം എന്നാണ് പറയുന്നത്. ഉത്തര പൂർവ, ഉത്തര എന്ന് പറയുമ്പോൾ എന്താണ്? ഏതാണ്? വടക്ക്. ഉത്തരം വടക്ക്. ഓർ പൂർവ്വ എന്ന് പറയുമ്പോൾ കിഴക്ക്. വടക്ക് കിഴക്ക് സ്ഥലത്ത് കാണപ്പെടുന്ന പർവ്വത മേഖല എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ മേഘാലയ എന്ന് പറയുന്ന സ്ഥലമാണ്. ഹമാരാ പൂർവോത്തർ അഭി തക് സുന്ദർ രഹസ്യോं से भरा पड़ा है. നമ്മുടെ വടക്ക് കിഴക്ക് ഇപ്പോഴും സുന്ദരമായിട്ടുള്ള രഹസ്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. സുന്ദർ രഹസ്യം, रहस्य क्या है? रहस्य का अर्थ है रहस्य. सुंदर रहस्यों से भरा पड़ा है. സുന്ദരമായ രഹസ്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. उसमें भी मेघालय मानो रहस्य को छिपाने वाले मेघों से घिरा रहता है. അവിടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? മേഘാലയമാണ്. ഈ മേഘാലയം എന്ന് പറയുന്നത് എന്താണ്? രഹസ്യങ്ങൾ നിറഞ്ഞ, രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന മേഘങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഏത്? മേഘാലയം എന്നുള്ള സംസ്ഥാനം അല്ലെങ്കിൽ മേഘാലയം എന്നുള്ള സ്ഥലം എങ്ങനെയാണ്? ഈ രഹസ്യങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന മേഘങ്ങളാൽ നിറഞ്ഞ് അതിന് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് മേഘാലയ എന്നാണ് ഇവിടെ വിശ്വമോഹൻ തിവാരിജി പറയുന്നത്. ഷായത് ഇസിലിയെ മേഘാലയ ഘൂമനെ മേ ദുഹരാ ആനന്ദ് ആതാ ഹെ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ മേഘാലയത്തിൽ പോകുന്നത് എന്താണ്? ദുഹര ആനന്ദ്. ദുഹര ആനന്ദ് കാ അർത്ഥ ഹെ ഇരട്ട സന്തോഷം അല്ലെങ്കിൽ ഇരട്ടി സന്തോഷം. അദ്ദേഹത്തിന് മേഘാലയത്തിൽ പോകുന്നതെന്ന് പറയുമ്പോൾ ഒരു ഇരട്ട സന്തോഷമാണ് ലഭിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പെഹലി ബാർ എന്തോ, അപ്പം അത് എന്താണെന്നുള്ള ഇവിടെ പറയാണ്. പെഹലി ബാർ തോ രഹസ്യമേ ലിപട്ടെ സൗന്ദര്യ കാ. ആദ്യം തന്നെ രഹസ്യം സൗന്ദര്യത്തിൽ പൊതിഞ്ഞതും, ദൂസരി ബാർ സൗന്ദര്യമേ ലിപട്ടെ രഹസ്യ കാ. രണ്ടാമത്തെ തവണ സൗന്ദര്യം രഹസ്യത്താൽ പൊതിഞ്ഞതും. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിന് മേഘാലയത്തിൽ പോകുന്നത് ഇരട്ടി 2 മടങ്ങ് സന്തോഷമുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം രഹസ്യങ്ങൾ എങ്ങനെ സൗന്ദര്യത്തിൽ പൊതിഞ്ഞ് കാണപ്പെടുന്നു. അതുപോലെ രണ്ടാമത്
സൗന്ദര്യം രഹസ്യത്തിൽ പൊതിഞ്ഞ് കാണപ്പെടുന്നു എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. അത്രയും പ്രകൃതി രമണീയത, ആ ഒരു മനോഹാരിത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പേജ് 52. भारतीय संस्कृति में जीवन में उल्लास व आनंद लाने के लिए त्योहारों और उत्सवों की भरमार है। यह दुख की बात है कि महानगरों के लोग संस्कृति के अन्य अंगों की तरह त्योहारों और उत्सवों को या तो भुलाते जा रहे हैं या उन्हें अब मात्र टीवी पर देखकर मनाते हैं। यहाँ कवि कहते हैं कि नहीं, यहाँ लेखक कहते हैं कि भारतीय संस्कृति में जीवन में उल्लास व आनंद लाने के लिए ഭാരതീയ സംസ്കാരത്തിൽ ജീവിതത്തിൽ നമ്മുടെ ഭാരതത്തിലുള്ള മനുഷ്യർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള മാനവർക്ക് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ഉല്ലാസ് വ ആനന്ദ് ഉല്ലാസവും ആനന്ദവും ലാനെ കേലിയെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് त्योहारों और उत्सवों की भरमार है। ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഒക്കെ എന്താണ് ബഹുലത അല്ലെങ്കിൽ ആധിക്യമുണ്ട്, വിപുലതയുണ്ട്. അതായത് നമ്മുടെ ഭാരതീയ സംസ്കാര പ്രകാരം നമുക്ക് ഒരുപാട് ഉത്സവങ്ങളും ഒരുപാട് ആഘോഷങ്ങളും ആചാരങ്ങളും രീതികളും ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. യഹ് ദുഃഖ് കി ബാത് ഹെ, ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കി എന്തെന്നാൽ മഹാനഗരോ കെ ലോഗ്, മഹാനഗരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ, മഹാനഗരങ്ങളിൽ അതായത് സിറ്റീസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ സംസ്കൃതിക്ക് അന്യ അംഗോ കി തരഹ്, സംസ്കാരത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ त्योहारों और उत्सवों को या तो भुलावे जा रहे हैं. അവരെന്താ ചെയ്യുന്നത്, ഈ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഒട്ടും സമയമില്ല അല്ലേ, ഒന്നിനും സമയമില്ല. അവരുടെ മക്കളുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ പോലും അല്ലെങ്കിൽ ചിലവഴിക്കാൻ പോലും അവർക്ക് സമയമില്ലെന്നാണ് പറയുന്നത്. അവരുടെ തിരക്കുകളിൽ അവർ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ പറയുന്നത് വലിയ വലിയ നഗരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഈ ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒന്നും കാണാനോ പങ്കെടുക്കാനോ താല്പര്യമില്ല, അവർക്ക് സമയം ലഭിക്കുന്നില്ല. അവരെല്ലാം എന്താ ചെയ്യുന്നത്, या उन्हें अब मात्र टीवी पर देखकर मनाते हैं. അവരെന്ത് ചെയ്യുന്നു, ടി വിയിൽ കണ്ടിട്ട് അത് ആഘോഷിക്കുകയാണ്. അപ്പം എന്തൊരു ആഘോഷം, ഒരു പ്രോഗ്രാമോ ഉണ്ടെങ്കിൽ, ഒരു എന്താണ് പെരുന്നാളാകട്ടെ, ഒരു ഓണമാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, എന്തുണ്ടെങ്കിലും ആരും ഒന്നിലും ആഘോഷങ്ങൾ പങ്കെടുക്കുന്നില്ല. അവരെല്ലാം വീട്ടിലിരുന്ന് ടി വി കാണുകയാണ്. ടി വിയിൽ എന്തൊക്കെ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് കണ്ട് മാത്രം ആസ്വദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. നെക്സ്റ്റ് പേജ് 53. जिस तरह भोजन का स्वाद चित्रों पर भोजन को देखने से नहीं आ सकता, उसी तरह उत्सवों में जाकर उनके बीच रहकर देखने का आनंद अलग होता है. ഇവിടെ അദ്ദേഹം പറയുന്നത് ഏത് പ്രകാരമാണോ, ഏതുപോലെ നമ്മളിപ്പോൾ ഒരു ചിത്രം കണ്ടു, ഒരു ചിത്രത്തിൽ നമ്മളൊരു ബിരിയാണി കണ്ടു അല്ലെങ്കിൽ ഒരു സദ്യ കണ്ടു, അപ്പോൾ നമുക്ക് എന്താണ് കൊതിയൂറും അല്ലേ, ശരിക്കും ഉറപ്പായിട്ടും നാവിൽ വെള്ളം ഊറും. പക്ഷെ ഒരിക്കലും ആ ഒരു ആഹാരത്തിൻ്റെ സ്വാദ് നമുക്കത് കിട്ടും, ആ ചിത്രം കാണുമ്പോൾ നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഒരു ചിത്രം കാണുമ്പോൾ അതിൽ ആ ആഹാരത്തിനോടുള്ള പ്രിയം കൊണ്ട് അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് നമുക്ക് കൊതിയൂറുന്നത് മാത്രമല്ലാതെ ആ ഒരു ചിത്രത്തിൽ ആഹാരത്തിൻ്റെ രുചി നമ്മുടെ നാവിൽ കിട്ടണമെന്നില്ല. അത് ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ, ശരിയല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണോ ഒരു ചിത്രത്തിൽ നമ്മൾ ആ ഒരു ആഹാര പദാർത്ഥം കണ്ടിട്ട് അതിൻ്റെ രുചി നമുക്ക് നമ്മുടെ നാവിൽ കിട്ടാത്തത്, അതുപോലെയാണ് എന്ത് ഉത്സവമേ ജാക്കർ, ഉത്സവങ്ങളിൽ പോകാതെ നമ്മൾ ടി വി കണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, ആ ഉത്സവത്തിൽ പോയ അല്ലെങ്കിൽ അതിൽ നമ്മൾ പങ്കെടുത്ത ഒരു അനുഭൂതി നമുക്ക് കിട്ടുകയില്ല. ഒരു ഉത്സവം നമ്മൾ ആസ്വദിക്കണം അല്ലെങ്കിൽ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം, ആ ഉത്സവത്തിൽ നമ്മൾ പങ്കെടുക്കണം അല്ലേ. അതിനിടയ്ക്ക് ആ ഉത്സവത്തിന് താളമേളങ്ങൾക്കിടയ്ക്ക് നമ്മളും പങ്കുചേരണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി അല്ലെങ്കിൽ അനുഭൂതി, ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ടി വി കണ്ടാൽ ഒരിക്കലും നമുക്കത് കിട്ടുകയില്ല എന്നാണ് ഇവിടെ ലേഖകൻ പറയുന്നത്. മേഘാലയയ്ക്ക് പൂർവ്വ ഹിസ്സേ में मुख्यतया जयंतियाँ जनजाति रहती है. इनका एक उत्सव है बहदियन खलाम. इसका अर्थ है बीमारियों तथा गरीबी को वृक्षों तथा प्रकृति की सहायता से दूर भगाना. അപ്പോൾ ഇവിടെ പറയുന്നത് മേഘാലയയ്ക്ക് പൂർവി ഹിസ്സേമേ, മേഘാലയത്തിലെ പൂർവി ഹിസ്സേമേ കിഴക്ക് ഭാഗത്തായിട്ട് പ്രധാനമായും ജയന്തിയ ജൻജാതി രഹത്തി ഹേ. അവിടെയുള്ള സ്ഥലങ്ങളിൽ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഗോത്രവർഗ്ഗങ്ങൾ, ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗോത്രങ്ങളുണ്ട്.
നമുക്കിവിടെ ജാതി എന്ന് പറയുന്നത് പോലെയാണ് അവർക്ക് ഗോത്രം. ഗോത്രവർഗത്തിൽ ഒരുപാട് ആഘോഷങ്ങളും ഉത്സവങ്ങളും ആചാരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മേഘാലയയിലെ തന്നെ കിഴക്ക് പ്രദേശത്തുള്ള ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗോത്ര വിഭാഗമാണ് ജയന്തിയ, ജയന്തിയൻ ഗോത്രവിഭാഗം. അപ്പോൾ ആ ഗോത്രവിഭാഗത്തിൻ്റെ പേരെന്താണ്? ജയന്തിയ ജൻജാതി അല്ലെങ്കിൽ ജയന്തിയൻ ഗോത്രവിഭാഗം. ഇൻകാ ഏക് ഉത്സവ് ഹെ, ഇവർക്ക് ഒരു ഉത്സവമുണ്ട്. എന്താണ്? ബെഹദിയൻ ഖലാം. ഉത്സവത്തിൻ്റെ പേരാണ് ബെഹദിയൻ ഖലാം. ഇസ്കാ അർത്ഥ ഹെ, ഇതിൻ്റെ അർത്ഥം ഇതാണ്. ബീമാരിയോ തഥാ ഗരീബിക്കോ, ബീമാരിയോ തഥാ അസുഖങ്ങളിൽ നിന്ന് അഥവാ ഗരീബി ദാരിദ്ര്യത്തിൽ നിന്ന്, വൃക്ഷോ തഥാ പ്രകൃതിക്ക് സഹായതാസെ ദൂർ ഭഗാനം, അതായത് വൃക്ഷങ്ങളുടെയോ പ്രകൃതിയുടെ സഹായത്താൽ ഈ അസുഖങ്ങളെയും ദാരിദ്ര്യത്തെയും ദൂരേക്ക് ഓടിക്കുക എന്നാണ് ഈ ഒരു അർത്ഥം. അതായത് ഈ ഒരു ഉത്സവം കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് എന്താണ്? അസുഖങ്ങളെയും ദാരിദ്ര്യങ്ങളെയും ഒക്കെ നമ്മുടെ വൃക്ഷങ്ങളെയും പ്രകൃതിയെയും ഒക്കെ പൂജിക്കുന്നതിലൂടെ ഇതിനെയൊക്കെ തുരത്താൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗോത്ര വിഭാഗത്തിൽ ഐശ്വര്യം നിറയും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. हजारों वर्षों से उत्सव हर साल बारिश के मौसम में खेतों में बोनी करने के बाद मनाया जाता है. जयंतिया क्षेत्र का एक प्रमुख नगर है जवई, जो शिलांग से 64 किलोमीटर दूरी पर है. देखा, हजारों वर्षों से ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് യഹ് ഉത്സവ്, ഈ ഒരു ഉത്സവം, ഹർ സാൽ ഓരോ വർഷവും, बारिश के मौसम में, बारिश के मौसम क्या है? कालवर्षा, मഴ മാസം, कालवर्षത്തിൽ खेतों में बोनी करने के बाद, क्या है बोनी? यहाँ देखो बोनी का अर्थ है बीज बोना. ബീജ് പോന എന്ന് വെച്ചാൽ എന്താ? വിത്ത് വിതയ്ക്കുക. വയലുകളിലൊക്കെ മഴ കഴിഞ്ഞിട്ടാണല്ലോ നിലം ഉഴുത് നിലത്തിൽ എന്ത് ചെയ്യുന്നത്? വിത്ത് വിതയ്ക്കുന്നത് അല്ലേ? അപ്പോൾ കൃഷി തുടങ്ങുന്ന ആ വേളയിൽ വിത്ത് വിതച്ചതിന് ശേഷം കർണേക്കെ ബാദ് മനായ ജാത്താ ഹെ, ആഘോഷിക്കപ്പെടുന്ന ഉത്സവമാണ്. എന്താണ് ഉത്സവത്തിന്റെ പേരെന്താണ്? बेहदियन खलाम है ना. ജയന്തിയ ക്ഷേത്ര का एक प्रमुख नगर है जवई. ജയന്തിയ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ ആ ഒരു ഗോത്ര വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ജവയി. क्या है? ജവയി. जो शिलांग से 64 കിലോമീറ്റർ दूरी पर है. അത് ഷിലാങ്ങിൽ നിന്ന് 64 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഹസാരോ വർഷവും സേ, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവർ ആഘോഷിച്ചു വരുന്ന ഒരു ഉത്സവമാണ് ഈ ഉത്സവം. ഉത്സവത്തിൻ്റെ പേരെന്താണ്? ബെഹദിയൻ ഖലാം. ഉത്സവത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ബിമാരിയോ തഥാ ഗരീബിക്കോ വൃക്ഷോ തഥാ പ്രകൃതിക്ക് സഹായതാസെ ദൂർഭഗാന ഹെന. അപ്പോൾ ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്നത് ഏത് സമയത്താണ്? बारिश के मौसम में खेतों में बोनी करने के बाद मनाया जाता है. जयंतिया क्षेत्र का प्रमुख नगर है जवई, जो शिलांग से 64 किलोमीटर दूरी पर है. ഓക്കെ, അപ്പോൾ ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള ഒരു എസ്സേ പാരഗ്രാഫാണ്. നല്ലതുപോലെ മനസ്സിലാക്കുക, വായിക്കുക. ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം. हमारा पूर्वोत्तर अभी तक सुंदर रहस्यों से भरा पड़ा है. उसमें भी मेघालय मानव रहस्य को छिपाने वाले मेघों से घिरा रहता है. शायद इसीलिए मेघालय घूमने में दोहरा आनंद आता है. पहली बार तो रहस्य में लिपटे सौंदर्य का और दूसरी बार उस सौंदर्य में लिपटे रहस्य का. भारतीय संस्कृति में जीवन में उल्लास व आनंद लाने के लिए त्योहारों और उत्सवों की भरमार है. यह दुख की बात है कि महानगरों के लोग संस्कृति के अन्य अंगों की तरह त्योहारों और उत्सवों को या तो भुलावे जा रहे हैं या उन्हें अब मात्र टीवी पर देखकर मनाते हैं. जिस तरह भोजन का स्वाद चित्रों पर भोजन को देखने से नहीं आ सकती, उसी तरह उत्सवों में जाकर उनके बीच रहकर देखने का आनंद अलग होता है. मेघालय के पूर्वी हिस्से में मुख्यतया जयंतिया जनजाति रहती है. इनका एक उत्सव है बेहदियन खलाम. इसका अर्थ है बीमारियों तथा गरीबी को वृक्षों तथा प्रकृति की सहायता से दूर भगाना. हजारों वर्षों से यह उत्सव हर साल बारिश के मौसम में खेतों में बोनी करने के बाद मनाया जाता है. जयंतिया क्षेत्र के एक प्रमुख नगर है जवई, जो शिलांग से 64 किलोमीटर दूरी पर है. तो आज की क्लास इतनी है, बाकी हम अगले क्लास में बढ़ेंगे. धन्यवाद.